കേരള ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നാഗ്പൂർ ഒരു ഡയമണ്ട് ക്രോസിംഗ് കാണാൻ പോവാണ്. ഡയമണ്ട് ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ്റെ നോർത്തുനിന്നും സൗത്തുനിന്നും ഈസ്റ്റിൽ വെസ്റ്റിൽ വരുന്ന പല ട്രെയിനുകളെ തിരിച്ചു വിടുന്ന ഒരു ഡയമണ്ട് ക്രോസാണ്. അതിപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കുമ്പോൾ വളരെ റെയറായിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണ്. അത് നമ്മുടെ നാഗ്പൂരുണ്ട്. അപ്പോൾ നമ്മൾ നാഗ്പൂർ വന്നപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. രാവിലെ നമ്മൾ ഡയമണ്ട് ക്രോസിന് അങ്ങോട്ട് പോകുമ്പം നമ്മളിവിടെ ഒരു സർവീസ് റോഡുണ്ട്, അതായത് ഒരു ഓൾഡ് സർവീസ് റോഡുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നെ ഊബർ കാര്യങ്ങളും എടുത്തില്ല, കാരണം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. ഇടതും വലതും കാണുന്ന പല സ്ഥലങ്ങളും റെയിൽവേൻ്റെ തന്നെ പ്രോപ്പർട്ടികളാണ് കേട്ടോ. പല സംഭവങ്ങളും മാനുഫാക്ചർ ചെയ്യുന്നതും പല ഓഫീസുകളും അതേപോലെ ലോക്കോ പൈലറ്റിന് നിൽക്കാനുള്ള താവളവും കാര്യങ്ങളൊക്കെയാണ് പല ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ വലതുഭാഗത്ത് ലോക്കോ പൈലറ്റ് ആൻഡ് ഗാർഡ് റണ്ണിങ് റൂം കാണാം. ഇവിടെ ആയിരിക്കണം ലോക്കോ പൈലറ്റും അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗത്തുള്ള ഗാർഡും നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഗാർഡ് എന്നൊക്കെയുള്ള പേര് മാറിയിട്ടുണ്ട് കേട്ടോ, അത് ഈ ബോർഡിൽ മാറിയില്ല എന്നുള്ളൂ. ഒരു വീടിൻ്റെ പേര് കണ്ടോ, നമ്മളെ നാട്ടിൽ മൂഞ്ചൽ ഏതൊരു ലോക്കൽ പാർട്ടിയാണെന്ന് തോന്നുന്നുണ്ട്. വോട്ട് ഫോർ ലാമ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള എലക്ഷൻസ്, അതായത് ഈ ഒരു മുനിസിപ്പാലിറ്റി എലക്ഷൻസിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ലെഫ്റ്റ് എടുത്ത് നമ്മുടെ ഈ ഒരു ഡയമണ്ട് ക്രോസിങ്ങിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ്ട് അവിടുന്ന് ഒരു ട്രെയിൻ വരുന്നത് കാണാം. ആ നേരെ പശുക്കളൊക്കെ നിൽക്കുന്ന ആ ഭാഗം കാണുന്നില്ലേ, അതാണ് കേട്ടോ നമ്മുടെ ഡയമണ്ട് ക്രോസിങ്. അതായത് നമ്മൾ സൈഡ് നോക്കുമ്പോൾ ഇതിന് ഡയമണ്ടിൻ്റെ ഒരു ആകൃതി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 4 ദിശയിൽ നിന്നും വരുന്ന ട്രെയിന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിക്കാനും വളയ്ക്കാനൊക്കെ വളരെയധികം എളുപ്പമുള്ള സംഭവമാണ്. ഇവിടെ ഒരു സ്റ്റേഷൻ കാണാം. ഇത് ആക്ച്വലി ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റേഷനാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കണ്ടോ, അവിടെ ഒരു വണ്ടി സിഗ്നലിനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഒരു 37290 ലോക്കോ ആണ്, വാപ്പാണ്. അതുകൊണ്ട് ഈ കാണുന്ന കേട്ടോ നമ്മുടെ ഡയമണ്ട് ക്രോസിങ്. അപ്പോൾ അവിടെ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു ട്രെയിന് വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ട്രെയിൻ ഇങ്ങോട്ടേക്ക് ഹോൺ അടിച്ച് സിഗ്നലൊക്കെ കൊടുത്തു. നമ്മുടെ ലോക്കോ പൈലറ്റ് ചേട്ടനാണ്. നമുക്ക് ടാറ്റയൊക്കെ തന്നു കേട്ടോ. 43034 എന്ന് പറഞ്ഞ വാപ്പ് ലോക്കോ ആണ് ഈ കാണുന്നത്. ഇത് കൊലാപ്പൂർ ഗോണ്ടിയ തിരിച്ച് കൊലാപ്പൂരിലേക്കുള്ളതാണ്. ഓ, പുള്ളിക്കാരനൊക്കെ കയറുന്നുണ്ടോ. ഹായ് ടാറ്റ. കുറേ പേര് ടാറ്റയൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ട്രെയിൻ, ഇവിടെ എന്തോ സാധനം എടുത്തു വെക്കുന്നുണ്ട്, പക്ഷെ അവർ ചെയ്യുന്ന എന്തോ റിസ്ക്കാന്ന് നിങ്ങൾ നോക്കി കണ്ടോ. പക്ഷേ രസമുണ്ട് കേട്ടോ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയത്ത് ട്രെയിൻ ഇപ്പോൾ പാസ് ചെയ്യും. ഇതിൻ്റെ അടിയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രോസിംഗ് കൂടെ പോകുന്നതെന്ന്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള പലർക്കും അറിയാൻ കഴിയില്ല. അതാണ് ഒരു വാസ്തവം. നമ്മൾ നേരത്തെ അവിടെ കണ്ട ട്രെയിൻ അങ്ങോട്ട് പോകുന്നുണ്ട്, അതേപോലെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോകുന്നു എന്നുള്ളതിലാണ് മെയിൻ സംഭവം. നാട്ടിൽ ഏതെങ്കിലും ജംഗ്ഷനിൽ ഇതാണ്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? അടിപൊളിയല്ലേ? 4 വശത്ത് കൂടിയും ട്രെയിനിന് പോകാനുള്ള ഒരു സംവിധാനം സൂപ്പറല്ലേ? പാലാന്ന് തോന്നുന്നത്, ഏതൊരു ലോക്കൽ പാസഞ്ചർ ട്രെയിനാണെന്ന് തോന്നുന്നുണ്ട്. കുറേ സാധനങ്ങൾ അവിടെ പാലോ മറ്റെന്തൊക്കെയോ വാങ്ങിച്ചു വെക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഈ ട്രെയിൻ അങ്ങനെ മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുക. ഇത് എനിക്ക് തോന്നുന്നൊരു എക്സ്പ്രസ് ആവാനാ ചാൻസ്. കൊലാപ്പൂർ പൂനെക്ക് പോകുന്ന, ഗോണ്ടിയ പൂനെ കൊലാപ്പൂർ. അത് തിരിച്ച് വരുമ്പം ഇതിൻ്റെ നമ്പർ മാറുമെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ഇത് A1 ആണ്. അതായത് എനിക്ക് തോന്നുന്നത് ഇത് സെക്കൻഡ് AC, ഫസ്റ്റ് AC ഇല്ലാന്ന് തോന്നുന്നുണ്ട്. AC 2 ടയർ മാത്രമേ ഉള്ളൂ. റെയിൽവേ ട്രാക്കിൽ 2 റെയിൽവേ ലൈനുകൾ മുറിച്ചു കടന്ന് ഡയമണ്ട് ആകൃതി ഉണ്ടാക്കുന്ന പോയിന്റിനെയാണ് ഡയമണ്ട് ക്രോസിംഗ് എന്ന് പറയുന്നത്. മറ്റൊരു കോണിൽ നിന്ന് നോക്കിയാൽ ഇതൊരു സമചതുരമായി കാണാനാകും. രാജ്യത്ത് ഇത്തരത്തിൽ ആകെ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഡയമണ്ട് ക്രോസിംഗ് ഉള്ളത്, നാഗ്പൂരിലും ഡൽഹിയിലുമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നതാണ് നാഗ്പൂരിൽ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര കേന്ദ്രമായാണ് നാഗ്പൂരിനെ കണക്കാക്കിയിരുന്നത്. അതായത് ഇന്ത്യയുടെ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് റെയിൽവേ പോയിന്റുകൾ സംഗമിക്കുന്ന ഇടം. നേരത്തെ ധൻബാദിലും എറണാകുളം ടെർമിനസിലുമാണ് ഡയമണ്ട് ക്രോസിംഗ് ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ ഇത് പ്രവർത്തനക്ഷമമല്ല. ഡയമണ്ട് ക്രോസിംഗ് ആണ് എല്ലാ ദിശകളിൽ നിന്നും ട്രെയിനുകൾ വരുന്നെന്ന പോയിന്റ് എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ എപ്പോഴും ഡയമണ്ട് ക്രോസിൽ ഇത് സംഭവിക്കണമെന്നില്ല. വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും കൂടിച്ചേരുന്ന സ്ഥലം മധ്യപ്രദേശിലെ ഇറ്റാർസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ലൈനുകൾ ഇറ്റാർസിയിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അവിടുത്തെ ഒരു മണിയടി ശബ്ദം കേട്ടോ. അപ്പോൾ അതിനർത്ഥം ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു ട്രെയിൻ പോകാണ്ടെന്ന്. അവിടെ പച്ച സിഗ്നൽ വീണിട്ടുണ്ട്. അപ്പോൾ അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു വണ്ടി
വരാനുണ്ടാവണം. ഇതേപോലുള്ള കാഴ്ചകൾ അപൂർവമായി കാണാനാവുന്നത് കൊണ്ട് തന്നെ ഈ റെയിൽവേ ട്രാക്ക് കാണാൻ ഒരുപാട് വിനോദസഞ്ചാരികൾ നാഗ്പൂരിലേക്ക് എത്തുന്നുണ്ട്. മിക്ക സമയത്തും ഈ വഴി ട്രെയിൻ കടന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ കാഴ്ചക്കാർക്ക് ഏറെ നേരം ഈ റെയിൽവേ ക്രോസിങ്ങിനടുത്ത് സമയം ചെലവഴിക്കാൻ അവസരമില്ല. നാഗ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലൂടെ 3 പ്രധാന റെയിൽ ലൈനുകൾ മാത്രമാണ് കടന്നു പോകുന്നത്. കിഴക്ക് ഗോണ്ടയിൽ നിന്നും ഹൗറ, റൂർക്കെല, റായ്പൂർ ലൈൻ, വടക്ക് ന്യൂഡൽഹിയിൽ നിന്നും വരുന്ന ഒരു ലൈൻ, അവസാനത്തേക്ക് കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്നും വന്ന് തെക്കോട്ട് പോകുന്നതുമാണ്. ഒരു ലൈൻ നാഗ്പൂർ ചരക്ക് യാർഡിൽ നിന്നുമുള്ള ഒരു സർവീസ് ബ്രാഞ്ച് മാത്രമാണ്. അത് പാസഞ്ചർ പ്ലാറ്റ്ഫോമുകൾക്ക് സമാന്തരമായി കിടക്കുന്നു. ഇതൊരു മെയിൻ ലൈൻ അല്ല. അപ്പോൾ ഈ 4 ലൈനുകൾ കൂടി ചേർന്നാണ് നാഗ്പൂരിൽ ഡയമണ്ട് ക്രോസിംഗ് ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഡയമണ്ട് ക്രോസിംഗ് ഉള്ളത് ഡൽഹിയുടെ മധ്യഭാഗത്തായിട്ടാണ്. പിന്നെ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ഡയമണ്ട് ക്രോസ് നമ്മുടെ റെയിലിൽ മാത്രമല്ല കേട്ടോ. ഇപ്പോൾ എല്ലാ വണ്ടി ഇലക്ട്രിഫൈഡ് ആയതുകൊണ്ട് തന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഡയമണ്ട് ക്രോസിംഗ് കാണാൻ കഴിയും. അതായത് ഇലക്ട്രിഫൈ ചെയ്ത ലൈൻസ് ഒരു ഡയമണ്ടിൻ്റെ അഗ്രയിൽ തന്നെ നിൽക്കുന്നത്. കാരണം ഈ 4 ദിശയിലേക്കും ട്രെയിനുകൾ പോകുമ്പം ഇതൊക്കെ ഇലക്ട്രിഫൈഡും കൂടെ അല്ലേ. അത് നല്ല രസമായിരുന്നു കേട്ടോ. കൺട്രോൾ മൊത്തം കണ്ടോ, അതിൻ്റെ മുകളിലേക്ക് വന്ന ഒരു ഓറഞ്ച് പൈപ്പില്ലേ, അതിലൂടെയാണ് ഇതിൻ്റെ ഫുൾ കൺട്രോൾ നടക്കുന്നത്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ലല്ലോ, ടോക്കൺ എക്സ്ചേഞ്ച് സിസ്റ്റമൊക്കെ കുറേയൊക്കെ ഒഴിവായി എന്ന് കേട്ടു. ഇപ്പോൾ ഫുള്ള് സിഗ്നലാണല്ലോ. പിന്നെ ഒരു വാച്ച് ടവർ നമുക്ക് അവിടെ കാണാം. പക്ഷേ അതിനകത്ത് നമുക്ക് കയറാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയില്ല. എനിക്ക് തോന്നുന്നു പറ്റുന്നുണ്ടാവില്ല. അത് എൻ്റെ ഇൻ കേസ് ഓഫ് എമർജൻസിയോ അതിന് വാച്ച് ടവർ തന്നെ ആണോ എന്ന് പോലും അറിയില്ല. അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് പറയണേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ നാഗ്പൂർ ഡയമണ്ട് ക്രോസിൽ എത്തി വീഡിയോ ചെയ്തു. എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. എല്ലാം അടുത്ത വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ. കൂടുതൽ അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. ടിൽ ദെൻ